अनंत अंबानी यहाँ हैं। मुझे आपको अपने नए एप्लीकेशन एविएटर से परिचित कराते हुए खुशी हो रही है। Aviator is an investment game where you can make huge profits. Honest app has already helped thousands of people in India to earn money. और जीतने वाली राशि 10 गुना बढ़ जाती है और वहाँ विमान अक्सर 100, 200 और यहाँ तक कि 500 से भी ऊपर उड़ता है। അംബാനിയും ആനന്ദ് അംബാനിയും ധോണിയും കോഹ്ലിയും പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ? പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ആപ്പുകളെ കുറിച്ചുള്ള വാർത്തകളായോ പരസ്യങ്ങളായോ എത്തുന്ന വീഡിയോകൾ. Mukesh Ambani announced that with a phone in hand, everyone in India will now be able to earn good money. ചിലരെങ്കിലും വിശ്വസിച്ചു പോകുന്ന തരത്തിലുള്ളത്. പക്ഷേ സത്യം എന്താണ്? വീഡിയോകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് AI സാങ്കേതിക വിദ്യയിലൂടെ പ്രമുഖരെ വെച്ച് പണം തട്ടാനുള്ള പുതിയ തന്ത്രങ്ങൾ. മ്യാൻമാർ, ലാവോസ്, കംബോഡിയ, ദക്ഷിണ പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെ സുരക്ഷിത താവളങ്ങളിൽ ഇരുന്നുകൊണ്ട് ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാരിൽ നിന്ന് തട്ടിപ്പുകാർ അടിച്ചെടുത്ത തുക എത്രയെന്നറിയാമോ? ഈ വർഷം ഇതുവരെ 1776 കോടി രൂപ. കേട്ട് കണ്ണ് തള്ളേണ്ട. ഓരോ വർഷവും ഇരകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. നേരത്തെ കണ്ടതുപോലത്തെ വീഡിയോകളും മറ്റും ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ ഇരകളെ കുരുക്കി വീഴ്ത്തുന്നത്. രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി തടയാനും അന്വേഷണം നടത്താനുമായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയായ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അഥവാ 14Cയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ നടന്ന 46% സൈബർ തട്ടിപ്പും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുന്നേ പറഞ്ഞ 3 രാജ്യങ്ങളിൽ. ദേശീയ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലെ വിവരമനുസരിച്ച് ജനുവരി 1-നും ഏപ്രിൽ 30-നും ഇടയിൽ 7.4 ലക്ഷം പരാതികൾ. ഓരോ വർഷം കഴിയും തോറും പരാതികളുടെ എണ്ണം കൂടുകയാണ്. ആ കണക്ക് ഇങ്ങനെ: 2019-ൽ 26,049 മാത്രമായിരുന്നു പരാതികൾ. 2020-ൽ കോവിഡ് കാലത്ത് ആളുകൾ വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയകളിൽ സജീവമായപ്പോൾ പരാതികളിൽ വൻ കുതിച്ചുചാട്ടം. 2,57,000 പരാതികൾ. 2021-ൽ അത് 4,52,000. 2022-ൽ 9,66,000. 2023-ൽ 15,56,000. ഈ വർഷം ഇനിയും അത് കൂടുമെന്ന് ഉറപ്പ്. പ്രധാനമായും 4 തരത്തിലുള്ള തട്ടിപ്പുകളിലൂടെയാണ് ഇന്ത്യക്കാരിൽ നിന്ന് ഇത്തരം ഫ്രോഡുകൾ പണം കൊണ്ടുപോകുന്നത്. 1. ട്രേഡിംഗ് സ്കാം. നേരത്തെ കണ്ടതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലെ വ്യാജ പരസ്യങ്ങളിലൂടെ ആളുകളെ ആകർഷിക്കുന്നു. ഓഹരി വിപണികളിൽ വിജയിക്കാനുള്ള ടിപ്സ് വിദഗ്ധർ നൽകും എന്നൊക്കെയാകും പരസ്യം. ഈ പരസ്യങ്ങളിൽ കുടുങ്ങുന്നവരോട് വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേരാൻ ആവശ്യപ്പെടുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നു. തുടർന്ന് വലിയ ലാഭത്തിനായി ആപ്പുകളിൽ നിക്ഷേപിക്കാൻ ആവശ്യം. ആദ്യം ചില വ്യാജ ലാഭ കണക്കുകൾ ആപ്പുകളിൽ കാണിക്കും. പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാകും. വാലറ്റിൽ 30 മുതൽ 50 ലക്ഷം വരെ ഇല്ലാതെ പിൻവലിക്കാൻ കഴിയില്ല എന്ന് മെസ്സേജ് വരും. ഇതോടെ ചിലർ വീണ്ടും നിക്ഷേപിക്കും. മറ്റുള്ളവർ തട്ടിപ്പ് മനസ്സിലാക്കി പിന്മാറും. ഈ വർഷം ആദ്യത്തെ 4 മാസം മാത്രം ഇത്തരം തട്ടിപ്പിലൂടെ ഇന്ത്യക്കാർക്ക് നഷ്ടമായത് 1,420.48 കോടി രൂപയാണ്. 2. ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങളുടെയോ ബന്ധുക്കളുടെയോ പേരിൽ മയക്കുമരുന്നോ വ്യാജ പാസ്പോർട്ടോ അടങ്ങിയ പാഴ്സൽ വന്നുവെന്ന് ഫോൺ വരും. ഇതോടെ ഭയപ്പെട്ടു പോകുന്നവരെ തേടി സ്കൈപ്പിലോ മറ്റു വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമുകളിലോ തട്ടിപ്പുകാരുടെ വിളിയെത്തും. ഡിജിറ്റൽ അറസ്റ്റിലാകുന്ന നിങ്ങളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരായോ ഉന്നത ഉദ്യോഗസ്ഥരായോ വേഷമിടുന്ന തട്ടിപ്പ് വീരന്മാർ ഒത്തുതീർപ്പിനായി പണം ആവശ്യപ്പെടും. ഇത്തരത്തിലായി ജനുവരി ഏപ്രിൽ മാസക്കാലത്ത് ഇന്ത്യക്കാർക്ക് നഷ്ടമായത് 120.30 കോടി രൂപ. 3. ഇൻവെസ്റ്റ് സ്കാം. വീട്ടിലിരുന്ന് ചെയ്യുന്ന പണികൾക്ക് 30,000 രൂപ വരെ വേതനം വാഗ്ദാനം ചെയ്യുന്ന ഫോൺ കോൾ വിദേശ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് വരും. സോഷ്യൽ മീഡിയ റേറ്റിംഗ് കൂടുന്ന ജോലി ആദ്യം ചെയ്യാൻ ആവശ്യപ്പെടും. ഇതിനായി 500 രൂപ മാത്രം നൽകും. പിന്നീട് 1,500 രൂപ മുതൽ 1,00,000 രൂപ വരെ നിക്ഷേപിച്ച് ലാഭം നേടുന്ന പദ്ധതിയിൽ ചേരാൻ തന്ത്രത്തിൽ ആവശ്യപ്പെടും. ലാഭം അടുത്ത ദിവസം തന്നെ കിട്ടുമെന്നായിരിക്കും വാഗ്ദാനം. അടുത്ത ദിവസം പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് സ്കോർ കുറവാണെന്നും അത് കൂട്ടണമെന്നും പറയും. അപ്പോൾ പണം വരുമെന്നും വാഗ്ദാനം ചെയ്യും. ഇത്തരം തട്ടിപ്പിലൂടെ ഇന്ത്യക്കാർക്ക് നഷ്ടമായത് 222.58 കോടി രൂപയാണ്. അടുത്തത് റൊമാൻസ് സ്കാം. വിദേശ വനിതകളിൽ നിന്നുള്ള പ്രലോഭന കോളുകൾ. റിലേഷൻഷിപ്പോ കല്യാണമോ ആഗ്രഹിക്കുന്നുവെന്ന് വാഗ്ദാനം. പിന്നീട് ഇന്ത്യയിലെത്തി കാണാൻ പദ്ധതിയിടുന്നു. പക്ഷേ പിന്നെ വരുന്നത് എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുന്ന വിദേശ വനിതയുടെ ഫോൺ കോൾ ആയിരിക്കും.
നിന്നെ കാണാൻ വന്നിട്ട് ഞാൻ ഇവിടെ കുരുങ്ങിയെന്ന് കരച്ചിരുന്നു. മോചനത്തിനായി പണം ആവശ്യപ്പെടാൻ. ഇത്തരം ചതിയിൽപ്പെട്ട് ഇന്ത്യക്കാർക്ക് ഈ വർഷം ഇതുവരെ നഷ്ടമായത് 13.23 കോടി രൂപ. എന്തുകൊണ്ട് തട്ടിപ്പുകാർ മ്യാൻമാറും ലാവോസും കംബോഡിയയും കേന്ദ്രീകരിക്കുന്നു? ഉത്തരം ലളിതമാണ്. ഇവിടങ്ങളിൽ ഇത്തരം തട്ടിപ്പുകാർക്കായി വലിയ ശ്രേണി പ്രവർത്തിക്കുന്നുവെന്നാണ് 14Cയുടെ കണ്ടെത്തൽ. റിക്രൂട്ട്മെന്റുകൾ വരെ നടക്കുന്നു. തട്ടിപ്പുകാരുടെ വെബ് ആപ്ലിക്കേഷനുകളിൽ ചൈനീസ് അക്ഷരങ്ങൾ 14C കണ്ടെത്തിയിരുന്നു. ഇവർക്ക് ചൈനീസ് ബന്ധമുണ്ടോ എന്നും സംശയമുണ്ട്. അന്വേഷണ ഏജൻസികൾ രൂപീകരിച്ചതുകൊണ്ടൊന്നും നമ്മൾ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടില്ല. വേണ്ടത് സ്വയം ബോധവും ബോധവൽക്കരണവും ജാഗ്രതയുമാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 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 ഇരയാക്കപ്പെടും. കോടികൾ തട്ടിപ്പുകാർ കൊണ്ടുപോകുമെന്നതും തീർച്ച.